സ്പെയിനിൽ ബാഴ്സലോണ നഗരത്തിലെ മോൺജൂയിക് മലയുടെ മുകളിലാണ് ഇപ്പോൾ ഞാൻ. മനോഹരമായ ഒരു ഉദ്യാനം തന്നെയാണ് ഈ മലയുടെ മുകൾ ഭാഗം. പുൽമേടുകളും വ്യൂവിംഗ് പോയിന്റുകളുമെല്ലാമുള്ള സ്ഥലം. നഗരത്തിന്റെ ഒരു ബാൽക്കണി എന്ന് പറയാം. ഇവിടെ നിന്ന് താഴെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടൽ കാണാം. അതിന്റെ ഇങ്ങേക്കരയിൽ തുറമുഖം. ബാഴ്സലോണയുടെ പ്രധാന തുറമുഖ ഭാഗമാണിത്. കടലിനെ വേർതിരിക്കുന്ന ബ്രേക്ക് വാട്ടർ. കണ്ടെയ്നറുകളും മറ്റും അടുക്കി വെച്ചിരിക്കുന്ന ഭാഗം ഒരു വശത്ത്. മെഡിറ്ററേനിയനിലെ തന്നെ ഒരു പ്രധാന തുറമുഖമാണ് ബാഴ്സലോണയിലേത്. വർഷം തോറും 30 ലക്ഷം ആളുകൾ ഇവിടുത്തെ ക്രൂസ് പോർട്ട് വഴി കടന്നു പോകുന്നുണ്ട്. കാർഗോ ടെർമിനൽ വഴിയാകട്ടെ 7 കോടി ടൺ ചരക്കാണ് ഓരോ വർഷവും നീങ്ങുന്നത്. ഇന്ധന സംഭരണികളും ധാന്യ സംഭരണികളുമെല്ലാം പോർട്ടിന്റെ പല ഭാഗങ്ങളിലായി കാണാം. മോൺജൂയിക് മലമുകളിലേക്ക് വെയിലുള്ള ദിവസങ്ങളിൽ ധാരാളം ആളുകൾ വരും. നഗരവാസികൾ തന്നെയാണ്. പ്രണയിക്കാനും കുടുംബസമേതം സമയം ചെലവിടാനും വെറുതെ നടക്കാനുമെല്ലാം വരുന്നവർ. വിശ്രമിക്കാനും കാറ്റുകൊള്ളാനും വെയിൽ കൊള്ളാനുമെല്ലാം ആളുകൾ വരുന്നു. സോഷ്യലൈസേഷന്റെ ഒരു കേന്ദ്രം തന്നെയാണിവിടം. പുൽമേടുകളിലും പാർക്കുകളിലെ ബെഞ്ചുകളിലുമൊക്കെ വെറുതെയിരിക്കും. വെയിൽ കായും. തമ്മിൽ സംസാരിച്ച് നേരം പോക്കും. കൂട്ടുകാരോടൊത്ത് നടക്കും. ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശത്ത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. വരണ്ട വേനൽക്കാലവും മിതമായ മഴയുള്ള തണുപ്പുകാലവുമാണ് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത. വരണ്ട വേനൽക്കാലത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള മരങ്ങളും ചെടികളുമാണ് ഇവിടെയുള്ളത്. മോൺജൂയിക് മലയിൽ ധാരാളം റെസ്റ്റോറന്റുകളുണ്ട്. മുറ്റത്ത് കസേരകൾ നിരത്തിയിട്ട റെസ്റ്റോറന്റുകൾ. വെയിലുള്ള ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്ന് നിറയും. വെയിലാണെങ്കിലും അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുമുണ്ട്. കുടകളൊക്കെ മടക്കി വെച്ച് കസേരകളിൽ ഇരിക്കുന്നവർക്ക് പരമാവധി വെയിൽ ലഭ്യമാക്കുകയാണ്. നേരം 4 മണി ആകാറായിട്ടുണ്ട്. ഒരു കസേരയും ഒഴിവില്ലാത്ത വിധം ആളുകളുണ്ടിവിടെ. ബിയറാണ് പ്രധാന പാനീയം. ഓരോ ബിയർ കുടിച്ച് കൂട്ടുകാർ കഥ പറഞ്ഞങ്ങനെ ഇരിക്കുന്നു. ഭക്ഷണവുമായി കടന്നു പോകുന്ന ജോലിക്കാർ. പാർട്ട് ടൈമായി ഈ റെസ്റ്റോറന്റിൽ പണിയെടുക്കുന്നവരാണ് കൂടുതലും. പട്ടിയെ ഓമനിക്കുന്നു ചിലർ. ഇവിടെ ലൈവ് ബാൻഡും നടക്കാറുണ്ട്. അവർ പക്ഷേ ഇന്നത്തെ പരിപാടി ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. അവർ ഉപകരണങ്ങൾ പാക്ക് ചെയ്യുന്നു. എങ്കിലും ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. സന്ധ്യയ്ക്ക് തണുപ്പ് വീണ് കഴിയുന്നതോടെ ഇവിടം വിജനമാകും. പകൽ സമയത്ത് രാവിലെ ഒരു 11 മണി മുതൽക്കേ ഈ കസേരകളിൽ ആളുകൾ വന്ന് നിറഞ്ഞു തുടങ്ങും. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. പാട്ടുകാർ മൈക്കും മറ്റു സജ്ജീകരണങ്ങളുമെല്ലാം അഴിക്കുകയാണ്. ഇനി അവർക്ക് മറ്റെവിടെയെങ്കിലും പരിപാടി ഉണ്ടാവും. അവധി ദിവസമാണല്ലോ. ആഘോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒരു കേന്ദ്രമാണിതെന്ന സൂചന നൽകുന്ന ഒരു ശില്പം. സർദാന ഡാൻസേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. ഞങ്ങൾ കാറിൽ കയറി. താഴെ ബാഴ്സലോണ, സ്പെയിനിന്റെ ഏറ്റവും വലിയ വാണിജ്യ നഗരം. സാംസ്കാരിക നഗരം കൂടിയാണിത്. കത്തലോണിയ എന്ന സാംസ്കാരിക ദേശത്തിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന നഗരമാണിത്. അഡ്വക്കേറ്റ് തോമസും ഭാര്യ അഡ്വക്കേറ്റ് ജീനുമാണ് എന്നെ ഈ കാഴ്ചകളിലേക്കെല്ലാം കൊണ്ടുപോകുന്നത്. ഈ മോൺജൂയിക് മലയും അതിന്റെ പരിസരങ്ങളുമായിരുന്നു 1992 ഒളിമ്പിക്സിന്റെ പ്രധാന സ്ഥലങ്ങൾ. ഈ മലയിൽ പല വമ്പൻ സ്റ്റേഡിയങ്ങളുണ്ട്. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ നടന്ന എസ്റ്റാഡി ദ മോൺജൂയിക് മുതൽ പല സ്റ്റേഡിയങ്ങൾ. 92 ബാഴ്സലോണ ഒളിമ്പിക്സ് ഒരു ഗംഭീര ഇവന്റായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മലയുടെ ചെരുവിലെ മറ്റൊരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിറങ്ങി. 16 ലക്ഷം ആളുകൾ വസിക്കുന്ന നഗരം. കത്തലോണിയ മേഖലയിലെ 66% ആളുകളും വസിക്കുന്നത് ഇവിടെയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് തന്നെ വ്യാവസായികമായി വളർന്നു തുടങ്ങിയ നഗരമാണ് ബാഴ്സലോണ. അന്ന് തുണി വ്യവസായമായിരുന്നു പ്രധാനം. ഇന്നാകട്ടെ വാഹന നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽസ്, ഫുഡ് ആൻഡ് ബിവറേജസ്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്നീ മേഖലകളിലെല്ലാം വ്യാപിച്ചു കിടക്കുകയാണ് ഈ നഗരത്തിലെ വ്യവസായ രംഗം. മറ്റൊരു പ്രധാന വ്യവസായം ടൂറിസമാണ്. ടൂറിസം മേഖലയിൽ അതിവേഗം വളരുന്ന ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനാണ് ബാഴ്സലോണ. പാർക്കിംഗ് ഏരിയകൾ, തെർമൽ പവർ പ്ലാന്റ്, വമ്പൻ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ കാണാം.
മലനിരകളുടെ മടിത്തട്ടിൽ ഒരു മഹാനഗരം. കാറ്റുകൊണ്ടും വെയിലേറ്റും നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്വദേശികളും അന്യനാട്ടുകാരായ ടൂറിസ്റ്റുകളുമെല്ലാമുണ്ട് ഇക്കൂട്ടത്തിൽ. ഉല്ലാസത്തിന്റെ അല്ലെങ്കിൽ വിശ്രമത്തിന്റെ ഒരു കേന്ദ്രമാണിത്. വൈകുന്നേരം ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു ചിലർ. തണുപ്പ് കൂടി വരുന്നുണ്ട്. ടൂറിസ്റ്റുകളുമായി ഇത്തരം ഡബിൾ ഡക്കർ ബസ്സുകളും ഇടയ്ക്ക് ഈ മലയിലേക്ക് വരും. പണ്ട് ഞാൻ ഈ നഗരത്തിൽ വന്നപ്പോൾ അത്തരമൊരു ഡബിൾ ഡക്കർ ബസ്സിൽ സഞ്ചരിച്ചത് ഓർക്കുന്നുണ്ട്. 20 വർഷം മുൻപായിരുന്നു അത്. നഗരം ഏതാണ്ട് അന്ന് കണ്ടതുപോലെയൊക്കെ തന്നെ. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ആധുനികമായിട്ടുണ്ട്. ഇനി നഗരത്തിന്റെ ഉള്ളിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ ഈ നഗരത്തിൽ കാലുകുത്തിയിട്ട് 1 മണിക്കൂർ ആവുന്നതേയുള്ളൂ. നഗരത്തിലെ ജനവാസ ഇടങ്ങളിലേക്ക് കാർ എത്തുകയാണ്. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാണിജ്യ നഗരമാണ് ബാഴ്സലോണ. കത്തലാൻ സംസ്കാരത്തിന്റെ ഹൃദയഭൂമിയാണിത്. ഉന്നതമായ കത്തലാൻ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരുടെ നാട്. സ്പെയിനിലെ ഏറ്റവും സമ്പന്നവും വ്യവസായവൽകൃതവുമായ കത്തലോണിയ എന്ന സ്വയംഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനം ഈ ബാഴ്സലോണയാണ്. തനിമ കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടുമെല്ലാം ലോകപ്രശസ്തമാണ് കത്തലാൻ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ നട്ടെല്ലാണ് കത്തലാൻ ഭാഷ. സ്പാനിഷ് ഭാഷയുമായി കത്തലാന് വലിയ സാമ്യമൊന്നുമില്ല. ഒരു സ്വതന്ത്ര ഭാഷയാണത്. രസകരമായ നാടോടിക്കഥകളും പഴഞ്ചൊല്ലുകളും നാടൻ പാട്ടുകളുമെല്ലാമുണ്ട് ആ ഭാഷയിൽ. ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ കസ്റ്റംസ് ഹൗസാണ്. കൊളംബസിന്റെ ഒരു സ്മാരകവുമുണ്ട് ഇവിടെ. ഇടതുവശത്ത് ഈ കാണുന്ന കെട്ടിടം കൊറിയോസ് എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടമാണത്. അത് കടന്ന് ഭൂമിക്കടിയിലെ ഒരു ടണൽ പാതയിലൂടെയാണ് പോകുന്നത്. ഇതിനു മുകളിൽ വലിയൊരു സ്ക്വയറാണ്. അവിടെയാണ് നേരത്തെ കണ്ട കൊളംബസ് മോണിമെന്റൊക്കെ ഉള്ളത്. ആ ടണലിൽ നിന്ന് പുറത്തേക്ക് കയറി വന്ന് വീണ്ടും ഒരു ഉയർന്ന പാതയിലേക്ക് കയറുന്നു. ഗംഭീരമായ നഗരാസൂത്രണമാണ് ഇവിടുത്തേത്. ഇതിവിടുത്തെ പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജാണ്. ക്യാമ്പസ് യൂണിവേഴ്സിറ്റി മാർ എന്നാണ് അതിന്റെ പേര്. ഒരു മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും കൂടിയാണിത്. മെഡിസിൻ, ഹ്യൂമൻ ബയോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി എന്നിവയിലൊക്കെ ഇവിടെ കോഴ്സുകളുണ്ട്. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള ഹോസ്പിറ്റലിൽ 400 ബെഡുകളുണ്ട്. ഹോസ്പിറ്റൽ ഡെൽമാർ എന്നാണ് അതിന്റെ പേര്. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആശുപത്രിയാണ്. കാസിനോകളെല്ലാമുള്ള നഗരമാണ് ബാഴ്സലോണ. കാസിനോ ബാഴ്സലോണ എന്ന സ്ഥാപനമാണ് അതിൽ പ്രധാനം. നഗരത്തിലെ ഏറ്റവും വലിയ കാസിനോയുടെ സമീപത്തേക്കാണ് ഞങ്ങൾ എത്തുന്നത്. കാസിനോ ബാഴ്സലോണ. കാസിനോയിലെ കളികൾക്ക് പുറമെ ലൈവ് മ്യൂസിക്, കോമഡി ഷോ, ഡാൻസ് ഹാളുകൾ, വൈവിധ്യമാർന്ന റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാം അവിടെയുണ്ട്. ബാഴ്സലോണ ഒളിമ്പിക്സിന് മുന്നോടിയായി സൗന്ദര്യവൽക്കരിച്ച പ്രദേശങ്ങളാണ്. ഗംഭീരമായ പ്രൊമനീഡുകൾ. ബാഴ്സലോണയുടെ ബീച്ച് ഏരിയയിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. അഡ്വക്കേറ്റ് തോമസ് കാർ പാർക്ക് ചെയ്യാനായി പോവുകയും ചെയ്തു. ശനിയാഴ്ചയുടെ വൈകുന്നേരമായതുകൊണ്ട് ധാരാളം ആളുകൾ വഴിയിലുണ്ട്. ഇന്ന് ജോലിയില്ലാത്ത ദിവസമാണല്ലോ. കുട്ടികളുമൊക്കെയായി വെയിലും കൊണ്ട് നടക്കുന്ന ആളുകൾ. ബീച്ച് വോളി കളിക്കുന്നു കുറേ പേർ. പലയിടത്തായി നെറ്റുകൾ കെട്ടിയിട്ടുണ്ട്. ആർക്കും ചെന്ന് കളിക്കാമെന്ന് തോന്നുന്നു. വെയിലുള്ളപ്പോൾ ഒന്ന് ശരീരമനങ്ങാൻ ഇറങ്ങിയതാണ് ആളുകൾ. മഞ്ഞുകാലം തീരാൻ പോകുന്ന നാളുകളാണ്. അതിൻ്റെ ഒരു ആഹ്ലാദമുണ്ട് എല്ലാവർക്കും. ഇത്രയും കാലം തണുപ്പിന്റെ കാഠിന്യം മൂലം വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്നവരൊക്കെ വെയിൽ തെളിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്കിറങ്ങും. അവരുടെ വികാരം കേരളം പോലെ ഒരു സ്ഥലത്ത് വസിക്കുന്ന നമുക്ക് മനസ്സിലാവണമെന്നില്ല. നല്ല വെയിലുള്ളപ്പോൾ കൂട്ടുകാരും കുടുംബവുമൊക്കെ ഒത്ത് ബീച്ചിലേക്കെത്തി ഇങ്ങനെയിരിക്കും. ഇങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടും. ഗ്ലൂമിയായ ഏതാനും മാസങ്ങൾ കഴിഞ്ഞുള്ള സന്തോഷത്തിന്റെ ദിവസങ്ങളാണിത്. ബീച്ച് വളരെ സജീവമാണ് ഈ വൈകുന്നേരത്ത്. കളിക്കാനിറങ്ങാതെ വെയിൽ കാഞ്ഞ് കളി കണ്ടുകൊണ്ടിരിക്കുന്നവരുമുണ്ട് മുകളിൽ. ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. വളരെ സജീവവും ഊർജ്ജസ്വലവുമായ സാമൂഹിക ജീവിതമുള്ളവരാണ് കത്തലാൻ ജനത. മെഡിറ്ററേനിയൻ ജീവിതശൈലിയാണ് ഇവരുടേതെന്ന് പറയാമെങ്കിലും
അധ്വാനികളാണ് ഇവരെല്ലാം എന്നതാണ് പ്രത്യേകത. അവധി ദിവസങ്ങളിൽ ഒന്ന് കൂടാനും സാമൂഹികമായ ജീവിതം ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവരാണിവർ. വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം ചെറിയ ഭക്ഷണ വിഭവങ്ങൾ പങ്കിട്ട് കഴിച്ച് വളരെ നേരം ഇരിക്കുന്നത് കത്തലാൻ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. താപസ് കൾച്ചറൽ എന്നാണ് ഇതിന് പറയുക. അതൊരു കേവലമായ ഭക്ഷണ രീതിയല്ല, മറിച്ച് ആളുകൾക്ക് ഒത്തുകൂടാനും ആശയവിനിമയം നടത്താനുമെല്ലാമുള്ള സാമൂഹിക ഒത്തുചേരലാണ്. ബീച്ചുകളിലും ഉദ്യാനങ്ങളിലും റെസ്റ്റോറന്റുകളിലുമെല്ലാമാണ് ഇവരുടെ ഔട്ട്ഡോർ ജീവിതം. ഈ പ്രത്യേകതകളെല്ലാം കൊണ്ട് എപ്പോഴും സന്തോഷവാന്മാരാണ് കത്തലാൻ ജനതയെന്നാണ് പറയുക. പട്ടിയുമായി ഇറങ്ങുന്നവർ ധാരാളമുണ്ട്. അവയെ ജാക്കറ്റൊക്കെ അണിയിച്ച് സുന്ദരന്മാരാക്കിയാണ് ഇറങ്ങുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ പോലെയല്ല ഇവിടുത്തെ ജീവിതം. സാംസ്കാരികമായ അല്പം വ്യത്യാസങ്ങളുണ്ട്. സ്പാനിഷ് ജനത സാമൂഹികമായി കൂടുതൽ ഇടപെടുന്നവരാണ് എന്നതാണ് ഒരു കാര്യം. രാത്രി വൈകിയും നീളുന്ന വിരുന്നുകളും തെരുവുകളിലെ ഒത്തുചേരലുകളുമെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ്. മെഡിറ്ററേനിയൻ കാലാവസ്ഥയും വടക്കൻ ആഫ്രിക്കൻ സ്വാധീനവും കത്തോലിക്ക പാരമ്പര്യവുമെല്ലാം ചേരുന്നതാണ് ഈ ജനതയുടെ ജീവിതം. 700 വർഷത്തോളം വടക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള മോറിഷ് ഭരണാധികാരികൾ നിയന്ത്രിച്ചിരുന്ന പ്രദേശമാണിത്. അങ്ങനെയാണ് ഇവിടുത്തെ വാസ്തുവിദ്യയിലും സംഗീതത്തിലും ഭക്ഷണരീതിയിലുമെല്ലാം ഒരു ഇസ്ലാമിക സ്പർശമുണ്ടായത്. ശക്തമായ കുടുംബ ബന്ധമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അത് മാതാപിതാക്കളിലും മക്കളിലും മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മാവന്മാർ, അമ്മായിമാർ, കസിൻസ് എന്നിങ്ങനെ നീളുന്ന വലിയൊരു കൂട്ടായ്മ തന്നെയാണ് ഓരോ കുടുംബവും. ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും അവരെല്ലാം ഒത്തുകൂടുകയും ചെയ്യും. പട്ടി മിക്കവരുടെയും കൂടെയുണ്ട്. യജമാനനോട് 100% കൂറു പുലർത്തുന്നവർ. യജമാനൻ കൂടെ വരുന്നുണ്ടോ, അദ്ദേഹത്തിന് വഴി തെറ്റുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്നു ഒരുവൻ. ഉടമ ഒരു നിമിഷം തിരിഞ്ഞു നിന്നാൽ അവനും തിരിഞ്ഞു നിൽക്കും. ഇത്രയും ശ്രദ്ധ പുലർത്തുന്ന വേറൊരു ജീവിയും ഉണ്ടാകില്ല. ബീച്ചിലിരിക്കുന്നവരുടെ കൂടെ നിന്ന് പരിസരം നിരീക്ഷിക്കുകയാണ് ഒരുവൻ. ചില കുസൃതിക്കാരുമുണ്ട്. ഒരു മടിച്ചി ഇവിടെ നീണ്ടു നിവർന്ന് കിടപ്പാണ്. നടക്കാൻ കഴിയില്ല. അത് തന്നെ കാര്യം. യജമാനത്തി ഒരുവിധം അനുനയിപ്പിച്ച് അവളെ നടത്തുന്നു. എന്തോ പ്രലോഭനത്തിന് വഴങ്ങി കുറച്ചു ദൂരം നടക്കും. പിന്നെയും പിറകോട്ടടിച്ചു തുടങ്ങും. ഇവരെ ഇങ്ങനെ നിരീക്ഷിച്ചു നിൽക്കുക രസമാണ്. മനുഷ്യരുമായി ഏറ്റവും ഇണങ്ങുന്ന, ഏറ്റവും വിശ്വസിക്കാവുന്ന ജീവി. അവൾ വീണ്ടും കിടപ്പായി. അതിലെ വന്ന മറ്റൊരുവൻ അവളെ കളിയാക്കി എന്ന മട്ടിൽ ഒന്ന് നോക്കി കടന്നുപോയി. അതോടെ അവൾക്ക് നാണമായി. എണീറ്റ് നടക്കാനും തുടങ്ങി. ചിലർക്ക് മടിയൊന്നുമില്ല. കൂടെയുള്ളവർക്ക് വഴികാട്ടും മട്ടിൽ അവൻ അങ്ങനെ നടക്കുന്നു. 12-13 വയസ്സേ ഇവർക്ക് ആയുസുള്ളൂ എന്നത് ആലോചിക്കുമ്പോഴാണ് സങ്കടം വരിക. ആളുകൾക്ക് വന്നിരിക്കാനും വെയിൽ കൊള്ളാനും പരസ്പരം ഇടപഴകാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടിരിക്കുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ബീച്ചിലൂടെ സൈക്കിളിൽ പോകുന്നവർ. അതിനൊക്കെ വിശാലമായ സ്ഥലമുണ്ട്. നമ്മുടെ നഗരങ്ങളിൽ ഇല്ലാത്തത് ഇത്തരം വിശാലമായ പൊതുവിടങ്ങളാണ്. എത്ര ആളുകളാണെങ്കിലും അവർക്ക് സൗകര്യപ്രദമായി നടക്കാനും ഇരിക്കാനുമുള്ള സ്ഥലങ്ങളുണ്ട്. ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ടിവിടെ. ഒരു ശനിയാഴ്ചയുടെ വൈകുന്നേരമാണിത്. പ്രൊമനേഡിലൂടെ ജനം ഒഴുകുകയാണ്. 5 മണിയാകാറായിട്ടുണ്ട്. രാവേറെ ചെല്ലും വരെ സജീവമായിരിക്കും ബാഴ്സലോണയിലെ പ്രധാന തെരുവുകളെല്ലാം. സന്തോഷവാന്മാരാണ് ഈ നഗരത്തിലെ ജനങ്ങൾ. ഫുട്ബോൾ ഇവരുടെ ജീവശ്വാസം തന്നെയാണ്. FC ബാഴ്സലോണ ക്ലബിനെ നെഞ്ചേറ്റി നടക്കുന്നവർ. അവരുടെ ഒരു മത്സരമുള്ളപ്പോൾ ഈ നഗരം മുഴുവൻ ആവേശത്തിലായിരിക്കും. ഇവിടെ ഒരിടത്ത് കുറേ സൈക്കിളുകൾ നിരത്തിവെച്ചിട്ടുണ്ട്. ബൈസിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത്. നഗരവാസികൾക്ക് ട്രാഫിക് തിരക്ക് ഒഴിവാക്കിയും പരിസ്ഥിതി സൗഹൃദമായും യാത്ര ചെയ്യാൻ നഗരസഭ നടപ്പാക്കിയ സിസ്റ്റമാണ് ബൈസിംഗ്. നഗരത്തിലെ സ്ഥിരവാസികൾക്ക് അംഗത്വമെടുത്ത് ഈ സേവനം ഉപയോഗിക്കാം. ടൂറിസ്റ്റുകൾക്ക് അതിൽ അംഗത്വമെടുക്കാൻ കഴിയുകയുമില്ല.
സിറ്റി ടൂർ ബസ്സുകൾ ഇതുവഴിയെല്ലാം വരുന്നുണ്ട്. ഇത് ടൂറിസ്റ്റുകൾക്കുള്ളതാണ്. ബാഴ്സലോണ നഗരം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമാണ് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകൾ. ഇവിടെ നിന്ന് ഒരു സൈക്കിൾ എടുത്തു പോകുന്നയാൾ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവിടുത്തെ ബൈസിംഗ് സ്റ്റേഷനിൽ സൈക്കിൾ വെച്ചാൽ മതി. വാർഷിക വരിസംഖ്യ അടച്ചാണ് നഗരവാസികൾ ഇതിൽ അംഗത്വമെടുക്കുക. റെസ്റ്റോറന്റുകളുമുണ്ട് ഇവിടെ ബീച്ചിനടുത്ത്. അവിടെയെല്ലാം ധാരാളം ആളുകളുമുണ്ട്. തോമസ് കാറുമായി വന്നു. കാറിന്റെ പിൻസീറ്റിൽ തോമസിന്റെ ഭാര്യ ജീനുമുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള നേരം മുഴുവൻ ബാഴ്സലോണ നഗരത്തിൽ ചെലവഴിക്കാനാണ് തീരുമാനം. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിനായി ഒരുക്കിയ ഒളിമ്പിക്സ് വില്ലേജിന്റെ ഭാഗമാണ് ഇതെല്ലാം. ആ ദിനങ്ങളിൽ ലോകത്തെ പ്രശസ്തരായ കായിക താരങ്ങളെല്ലാം താമസിച്ചിരുന്നത് ഇവിടെയാണ്. അന്ന് പണിത നിരവധിയായ അപ്പാർട്ട്മെന്റുകൾ. ഒളിമ്പിക്സിന് ശേഷം ആ അപ്പാർട്ട്മെന്റുകൾ നാട്ടുകാർക്ക് വിൽക്കുകയായിരുന്നു. അന്ന് ഇത് വാങ്ങാൻ വലിയ ഇടിയായിരുന്നത്രേ. എല്ലാ ഫെസിലിറ്റികളുമുള്ള ഏറ്റവും മോഡേണായ അപ്പാർട്ട്മെന്റുകളാണ്. അന്നത്തെ കാലത്ത് ബാഴ്സലോണയിൽ സ്വപ്നം കാണാൻ പറ്റാത്ത ഫെസിലിറ്റികളാണ് ഒളിമ്പിക് വില്ലേജിൽ ഉണ്ടായിരുന്നത്. ഒളിമ്പിക്സിന് മുൻപ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയായിരുന്നു ഇത്. അതെല്ലാം നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റിയാണ് വിശാലമായ പ്രദേശം ഒളിമ്പിക്സ് വില്ലേജ് ആക്കിയത്. ഞങ്ങൾ നഗരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങകലെ ഒരു ഗോപുരത്തിന്റെ പണി നടക്കുന്നത് കാണാം. സഗ്രാദ ഫമീലിയ എന്ന നാളത്തെ ലോകാത്ഭുതത്തിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിലേക്ക് അടുത്ത ദിവസം ഞാൻ പോകുന്നുണ്ട്. 140 വർഷമായി നിർമ്മാണം തുടരുന്ന ഒരു കൂറ്റൻ ദേവാലയമാണത്. വലിയ ചരിത്രം തന്നെയുണ്ട് അതിന്. ക്ലാസിക് രൂപഭാവങ്ങളുള്ള ഒരു കെട്ടിടത്തിന് സമീപം കാർ നിന്നു. ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊവിൻഷ്യൽ കോർട്ടാണിത്. വലിയൊരു കോടതി സമുച്ചയമാണിത്. കത്തലോണിയയിലെ ഉന്നത ജുഡീഷ്യൽ സ്ഥാപനമാണ് ബാഴ്സലോണ പ്രൊവിൻഷ്യൽ കോർട്ട്. കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ ഉൾപ്പെടെ പ്രധാന സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. അത് കടക്കുന്നതോടെ വലിയൊരു പ്രൊമനേഡിലേക്കാണ് എത്തുന്നത്. പാസേജ് ദെ ലൂയിസ് കമ്പാനസ് എന്ന പ്രൊമനേഡ്. അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കവാടമുണ്ട്, ആർക്ക് ദെ ട്രയംഫ്. അതിനു സമീപം എന്നെ ഇറക്കിവിട്ട് തോമസ് കാറുമായി പോയി. ശനിയാഴ്ചയുടെ വൈകുന്നേരമായതുകൊണ്ടാവാം ഇവിടെയെല്ലാം ധാരാളം ആളുകളുണ്ട്. ഇതാണ് ആർക്ക് ദെ ട്രയംഫ്. സാധാരണയായി യുദ്ധവിജയത്തിന്റെ സ്മാരകമായാണ് ആർക്ക് ദെ ട്രയംഫുകൾ നിർമ്മിക്കാറുള്ളത്. പാരീസിലെ ആർക്ക് ദെ ട്രയംഫും മറ്റും അത്തരത്തിൽ പ്രശസ്തമാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ബാഴ്സലോണ നഗരത്തിന്റെ പുരോഗതിയുടെയും ആധുനികതയുടെയും പ്രതീകമായി നിർമ്മിക്കപ്പെട്ടതാണിത്. 1888 ബാഴ്സലോണയിൽ ഒരു വേൾഡ് എക്സിബിഷൻ നടന്നിരുന്നു. അന്ന് ലോകമെമ്പാടു നിന്നും എത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന നഗര കവാടം എന്ന നിലയിലാണ് ഇത് നിർമ്മിച്ചത്. അക്കാലത്തെ പ്രധാന ശില്പിയായിരുന്ന ജോസഫ് വിലസ്കെ ഇ കസനോവാസിൻ്റെതാണ് രൂപകൽപ്പന. ഇതൊരു കൂറ്റൻ നിർമ്മിതിയാണ്. ചുവട്ടിൽ നിൽക്കുന്ന ആളുകളുടെ ഉയരവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. 9 നിലയുള്ള കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഇതിന്. കൃത്യമായി 30 മീറ്റർ ഉയരവും 27.5 മീറ്റർ വീതിയും. ചുടുകട്ട കൊണ്ടാണ് നിർമ്മാണം. പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. 130 വർഷം പിന്നിട്ടിട്ടും അതങ്ങനെ ഗാംഭീര്യത്തോടെ നിൽക്കുന്നു. അതിനകത്തുകൂടി കയറി ചെല്ലുമ്പോൾ ഇവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ എന്തോ കലാപരിപാടിയോ മറ്റോ നടക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. എന്ത് പരിപാടിയാണ് നടക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. ഇടിച്ചു കയറാൻ ഞാനൊന്ന് ശ്രമിച്ചെങ്കിലും നടന്നുമില്ല. എന്തോ സ്ട്രീറ്റ് പെർഫോമൻസ് ആണെന്ന് തോന്നുന്നു. ഗേറ്റ് കടന്നുള്ള പ്രൊമനേഡ് അങ്ങേയറ്റത്തേക്ക് നീണ്ടുകിടക്കുകയാണ്. അതിന്റെ രണ്ടു വശത്തും പ്രൗഢമായ നിർമ്മിതികൾ. അതിനു മുന്നിൽ ഇല പൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ. നല്ല തണുപ്പ്, പോക്കുവെയിൽ. പ്രത്യേകമായൊരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ, ആഹ്ലാദകരമായ അന്തരീക്ഷം, ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെയെല്ലാം. ആർക്ക് ദെ ട്രയംഫിന്റെ നിർമ്മാണം ഒരു പ്രത്യേക ശൈലിയിലാണ്. നിയോ മുദേഹർ ശൈലി എന്നാണ് ഇതിന് പറയുക. സ്പാനിഷ്, അറബിക്, ഏഷ്യൻ സ്വാധീനങ്ങൾ സമന്വയിക്കുന്ന ഒരു ശൈലിയാണിത്.
കത്തലോണിയ മേഖലയെ ഏറെക്കാലം ഭരിച്ച മൂറുകളുടെ വാസ്തുവിദ്യാ ശൈലിയുടെ അംശങ്ങളും ഇതിലുണ്ട്. ചുടുകട്ടയാണ് പ്രധാന നിർമ്മാണ വസ്തുവെങ്കിലും ചില ഭാഗങ്ങളിൽ കല്ലും ഉപയോഗിച്ചിരിക്കുന്നു. മനോഹരമായ കൊത്തുപണികളും അലങ്കാരങ്ങളുമെല്ലാം ഇതിൽ കാണാം. 1888 വേൾഡ് ഫെയറിൽ പങ്കെടുക്കാനുള്ള ആളുകൾ നഗരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് ഈ കമാനത്തിന്റെ ചുവട്ടിലൂടെയാണ്. ഇന്നും കലാകായിക സാംസ്കാരിക പരിപാടികളുടെ ഒരു വേദിയാണ് ഇവിടം. ബാഴ്സലോണ മാരത്തോണിന്റെ റൂട്ട് ഈ കവാട ചുവട്ടിലൂടെയാണ്. കത്തലോണിയയുടെ സ്വയംഭരണത്തിനു വേണ്ടിയുള്ള നിരവധി റാലികളും സമ്മേളനങ്ങളും നടന്നിട്ടുള്ളതും ഇവിടെ തന്നെ. അധിക നേരം തോമസിന് അവിടെ വണ്ടി പാർക്ക് ചെയ്തിടാൻ പറ്റില്ല. അതിനാൽ ഞാൻ തിരികെ നടന്നു. ബാഴ്സലോണ നഗരത്തിൽ ഇനിയും അനവധി കാഴ്ചകളുണ്ട്. വഴികളിൽ ജനം നിറഞ്ഞൊഴുകുകയാണ്. ഇവിടുത്തെ വൈകുന്നേരത്തിന്റെ വൈബ് ചെറുതല്ല. ആ തിരക്കിലൂടെ ഞാനും നടന്നു. ഈ നഗരത്തിലെ വൈകുന്നേരത്തെ ആഘോഷങ്ങളുടെ കാഴ്ചകളിലേക്കാണ് ഇനി സഞ്ചാരം.